ചെറിയ കഥ പറയാം. ഇതൊരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. അവളുടെ ജനനം എല്ലാവരെയും പോലെ സാധാരണമായിരുന്നില്ല. അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൈകളിൽ പിടിക്കാൻ പറ്റാത്ത അത്രയും ചെറിയ കുഞ്ഞ്. ഇൻക്യുബേറ്ററിനുള്ളിൽ ജീവൻ നിലനിർത്താൻ പോരാടുന്ന ഒരു കാഴ്ച. ഡോക്ടർമാർ അവളെ ആശങ്കയോടെ നോക്കി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇവൾ ജീവിക്കാൻ സാധ്യത കുറവാണ്. ഇവൾക്ക് ശ്വാസം എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ ഇരുമ്പ് മനസ്സോടെ നിലകൊണ്ടു. ഡോക്ടർമാരോടൊപ്പം അവളെ കാത്തു സൂക്ഷിക്കാൻ നഴ്സുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 മാസത്തെ ഇൻക്യുബേറ്റർ വാസത്തിന് ശേഷം അവൾ അകത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ആ ഡോക്ടർ ആ കലങ്ങി നിൽക്കുന്ന അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, അവൾ അതിജീവിക്കും. She will overcome. അവൾ പോരാടും. She is a fighter. കഴിവുകൾ പരിമിതമായിരുന്നാലും അവൾക്ക് ജീവിക്കാനുള്ള കഴിവ് അവളിൽ തന്നെ ഉണ്ട്. She fought for her life and she will overcome. അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ ഇരുമ്പ് മനസ്സോടെ നിലകൊണ്ടു. അങ്ങനെ അവൾ കുറച്ചു മാസത്തിനു ശേഷം നടന്നു. അവൾ വേദികളിലെത്തി. അവൾ പഠിച്ചു. അവൾ ഒരു ദിവസം മൈക്കെടുത്തു. എന്നിട്ട് ഈ ലോകത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നു. അനേകർക്ക് പ്രചോദനമായി ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? അവൾ ആരാണ്? അവളാണ് ഞാൻ. ഇത് എന്ത് മാത്രം കഥയല്ല. നമ്മുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളും ഗുരുക്കന്മാർ, ഡോക്ടർമാർ, നഴ്സുമാർ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സൂപ്പർ ഹീറോസ്. അവരെ സ്നേഹിക്കൂ, അവരെ ആദരിക്കൂ. ഇതാണ് എന്റെ മനസ്സിൽ നിന്നുള്ള നിങ്ങൾക്കായുള്ള സന്ദേശം. നന്ദി. എന്താണ് സ്റ്റോൺ വാൾസ് നോട്ട് എ പ്രിസൺ? അതായത് ഒരു കാരണവശാലും കൽഭിത്തികൾ ഒരു ജയിലാവുന്നില്ല. യെസ്, നോ അയൺ ബാർസ് എ കേജ്. ഇരുമ്പഴികൾ ഒരു കൂടാവുന്നില്ല. നമുക്ക് നമ്മുടെ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിശക്തമായിട്ട് പറന്ന് നടക്കാൻ സാധിക്കും. ഇപ്പൊ നദാനിയെ കാണിക്കുന്നത് ഈ പറന്ന് നടക്കലാണ് കാണിക്കുന്നത്. You can fly to the height. Okay, കൈ വരെ പറക്കാം. ആൻഡ് കൈ ഈസ് എന്താ പറയാ, അൺലിമിറ്റഡ് ആണ് അല്ലേ? അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് കേട്ടോ.